ഹലോ. പറയൂ, എന്താണ് ഇനി ചോദിച്ചോളൂ. ലിയാഖത്ത്, നിങ്ങളെ വാദം എന്താ ശരിക്കും? ഇസ്ലാം നിങ്ങൾക്ക് എന്താ ദൈവികമല്ല. മനസ്സിലായത്? നിങ്ങൾ വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങളെ വീഡിയോ ഞാൻ കുറച്ച് കേട്ടുള്ളൂ. നിങ്ങള് കാര്യമായിട്ട് എന്നെ കുറിച്ച് എങ്ങനെ നിങ്ങൾക്ക് അറിയാം? നിങ്ങള് വല്ലാതെ അറിവൊന്നുമില്ലാത്ത ആളുകളെ ഫോൺ വിളിച്ചിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ അത്യാവശ്യം അറിവൊക്കെ ഉള്ള ഒരാളാണോ? അത് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, ആണോ? ഇനിയിപ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അവസാനം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല കാര്യം. അറിവുള്ള ആളാണ്. നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ എന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിയാം? എങ്ങനെ? എന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം? എന്നെ കുറിച്ച് എന്താണ് അറിയാം? നിങ്ങൾ എന്നെ ബന്ധപ്പെടാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതെ. നിങ്ങള് ആർക്കൊക്കെ ഫോൺ വിളിച്ചിട്ടുള്ള ഒരുപാട് റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ. ഞാൻ അങ്ങോട്ട് വിളിക്കാറുള്ളതല്ല, എന്നെ അങ്ങോട്ട് വിളിക്കാറുള്ള. ഞാൻ യൂട്യൂബിൽ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ ഞാൻ പറയുന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി ആൾക്കാർ എന്നെ വിളിക്കുന്നതാണ്. അപ്പൊ ഞാന് നിങ്ങളായിട്ട് ഇപ്പൊ ഒന്ന് ചർച്ച ചെയ്താലോ? ടൈം ഉണ്ടോ? ഓ, ആയിക്കോട്ടെ. എന്നാ പറയും. എന്താണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താണ് അറിയാന്ന് ആദ്യം അറിയണ്ടേ? നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ കാരണം എന്താണ് അതൊന്ന് പറയൂ. അതെ, നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഇസ്ലാമിലായിരുന്നു, പിന്നെ ഇസ്ലാമിന് പുറത്തുപോയി എന്നുള്ളത് അറിയാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കണ്ടാണ്. ഇസ്ലാമിനെ കുറിച്ച് വിഷയങ്ങൾ എന്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ല അധികം? ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും, അത്ര അധികം കേട്ടിട്ടില്ല. അപ്പൊ എന്താ നിങ്ങളെ വാദം? ഇസ്ലാം ദൈവികമല്ല എന്നാണോ അതോ ഇസ്ലാം മാനവികമല്ല എന്നുള്ള എന്റെ വാദം. ഇസ്ലാം മാനവികമല്ല എന്നാണ് വാദം. അപ്പൊ ദൈവികമല്ല എന്നുള്ള വാദമില്ല. അല്ല, മാനവികമല്ല എന്നാണ് എന്റെ വാദം. എന്റെ ചോദ്യം വേറെയാണ്. മാനവികമാണോ അല്ല? മാനവികമല്ല വിഷയമല്ല. ദൈവം എന്റെ സബ്ജക്ട് അല്ല. ദൈവം സബ്ജക്ട് അല്ല. അല്ല, മനുഷ്യനാണ് എന്റെ സബ്ജക്ട്. ഓക്കെ. മാനവികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ത് കൽപ്പിച്ചു അത് ചെയ്യും, അതാണ് നന്മ. ആയിക്കോട്ടെ. ദൈവം വിരോധിച്ചത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ ബാധിക്കുന്നതാണ് മാനവികമായ കാര്യങ്ങൾ. നിങ്ങൾ മാനവികം മാത്രം നോക്കും, നിങ്ങൾ ബാക്കിയുള്ള ജീവികൾ. നിങ്ങൾ പ്രാഥമികമായിട്ട് മാനവികവാദിയാണ്. മാനവികവാദി. നിങ്ങളെ വാദത്തിന്റെ ബേസ് എന്താ? അടിസ്ഥാനത്തിലാണ് ആ വാദം? മനുഷ്യന് മാത്രമേ ഇവിടെ ലോകത്ത് ജീവിച്ചാൽ മതി എന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. അപ്പൊ നിങ്ങളിപ്പോ ഒരു കോഴിയെ അറുത്ത് ഭക്ഷിക്കുന്നു, ആ കോഴിയുടെ മാനവികമാണില്ല. ദൈവത്തിൽ നിന്നാണെന്നാണ് ഇപ്പൊ നിങ്ങളെ വിശ്വാസം അല്ലെ? അതെ, ദൈവത്തിൽ നിന്നാണെന്നുള്ളതാണ് വിശ്വാസം. അപ്പൊ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അതിൽ മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാവോ? എങ്ങനെ? ഉണ്ടാവും. മാനവികം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അറിയില്ല മാനവികത എന്താ? നിങ്ങൾക്ക് അറിയുന്നേ? നിങ്ങൾ മാനവികം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ഏത് ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിഗ് ബാങ് ഉണ്ടായി, എന്നിട്ട് ഈ പ്രപഞ്ചം ഉണ്ടായി. അപ്പൊ അതിൽ നിങ്ങൾ മാനവികം എന്ന് ചർച്ച ചെയ്യുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ദൈവം എന്താണ് നിങ്ങളൊരു മനുഷ്യനല്ലേ? ഞാനൊരു മനുഷ്യനാണ്. അപ്പൊ നമ്മളെ പോലെ മനുഷ്യരായിട്ട് ജീവിക്കുന്ന കുറെ ഒരു ജീവി വർഗം ഇവിടെ ഉണ്ട് അല്ലെ? അവര് അവരെ ബാധിക്കുന്ന പൊതുവിലുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യന്മാരുടെ കാര്യം മാത്രം നോക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോഴി അറുത്ത് നിങ്ങൾ ഭക്ഷിക്കാൻ ആ കോഴിയുടെ സമ്മതം നിങ്ങൾ ചോദിക്കുന്നില്ല. സമ്മതം ചോദിക്കാതെയാണ് കോഴി അറുക്കുന്നത്. ഒരു മിനിറ്റ്, എന്തുപറ്റി? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ മാത്രം മനുഷ്യനായതുകൊണ്ട്? അപ്പൊ ആ ഒരു സ്വസ്ഥതയാണ് അടിസ്ഥാനം. നിങ്ങളുടെ അടിസ്ഥാനം ആ സ്വസ്ഥതയാണ്. നിങ്ങൾ കല്യാണം കഴിച്ച കുട്ടികളുള്ളതാണോ? അല്ല. അല്ല. നിങ്ങൾ എന്തിനാ നിങ്ങളെ കുടുംബത്തിലെ കാര്യങ്ങൾ മാത്രമാണോ നോക്കണേ? അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. മറ്റു ജീവികളുടെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ല? ഞാൻ ഇപ്പൊ മനുഷ്യന്മാരെ സംബന്ധിക്കുന്ന കാര്യമാണ്. മറ്റു ജീവികളുടെ കാര്യം നിങ്ങളോട് ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രല്ലല്ലോ ഞാൻ നോക്കല്. അങ്ങനല്ല. എന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രല്ല നോക്കുന്നത്. പിന്നെ ദൈവം എന്താണോ കൽപ്പിച്ചത്, ദൈവം കുടുംബബന്ധം പുലർത്താൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുടുംബബന്ധം പുലർത്തുന്നു. അതൊക്കെ എന്താണ് നിങ്ങളുടെ ബേസിസ്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. നിങ്ങളെ ഉദ്ദേശം വേറെ, അത് നടക്കൂല ഇവിടെ. അതായത് അത് മനസ്സിലായിന്നേ. നമ്മൾ ഇതുപോലത്തെ കുറെ ആൾക്കാരെ കാണാല്ലേ. മനുഷ്യരുമായി ബന്ധപ്പെട്ട സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം നമ്മളുടെ ഇടയിലുള്ള ഒരു മതം.
ആ മതം മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കലാണ്. അതിന്റെ അവകാശവാദവും അതിന്റെ ടെക്സ്റ്റും ഒത്തുപോകുന്നുണ്ടോ എന്നുള്ള പരിശോധിക്കലാണ്. ആ മതം പഠിപ്പിക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവും വ്യക്തിപരവുമായിട്ടുള്ള നിയമങ്ങൾ മനുഷ്യർക്ക് ഗുണകരമാണോ അല്ലേ എന്ന് പരിശോധിക്കലാണ്. അത് ദൈവികമാണോ അല്ലേ എന്നുള്ള എന്റെ വിഷയമേ അല്ല. ഒന്നാമത് ദൈവം എന്നുള്ള ദൈവികം നമ്മൾ പറയുന്ന ദൈവത്തിന്റെ ഉടമസ്ഥതയിലാണ് ഈ പ്രപഞ്ചം മുഴുവനുള്ളത്, അതുപോലെ ഓരോ മനുഷ്യനും ഉള്ളത്. അതുകൊണ്ട് ദൈവം എന്താണോ കൽപ്പിച്ചത് അതനുസരിക്കുക, വിരോധിച്ചതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക. ഇതാണ് ഞങ്ങളുടെ അടിസ്ഥാനം. നിങ്ങളുടെ അടിസ്ഥാനം എന്താ? നിങ്ങളിപ്പോ ഈ മാനവിക മനുഷ്യത്വ വിരുദ്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനെയും നിങ്ങളുടെ മതത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കി ആ മനുഷ്യനോടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയമങ്ങൾ തീരുമാനിക്കാം. ഒരു മനുഷ്യനെ കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ പറ്റും. മുഹമ്മദ് നബി അത് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഇത് മനുഷ്യത്വരഹിതമാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാനവികത പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും തുല്യമായ ഇതൊക്കെ കോഴിനോട് സമ്മതം ചോദിച്ചിട്ടാ പറഞ്ഞുതരാം കേട്ടോ. കോഴിനോട് സമ്മതം ചോദിച്ചിട്ടാ. അതേപോലെയാണ് മനുഷ്യന്മാരെ കൊല്ലണം. മതത്തിന്റെ പേരിൽ അള്ള പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യന്മാരെ കൊല്ലുന്നതിനെ കാണുന്നത്. നിങ്ങളാണ് അങ്ങനെ കൊല്ലുക. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇസ്ലാമികമായ നിയമമുണ്ട്, അതനുസരിച്ച് നമ്മൾ ഓടും. നിങ്ങൾക്ക് ആര് കൊല്ലാം? ആ നിയമം മനുഷ്യനെ കൊല്ലാവുന്ന രീതിയിലാണ് പറഞ്ഞത്. പണ്ടൊന്നോ ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വിസ്ഫോടനം, ഒരു ബിഗ് ബാങ്ക് എന്നാണ് ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായത്. എങ്ങനെ? നിങ്ങളെ വിശ്വാസം അനുസരിച്ച് അവിടെ കുഞ്ഞ് പറഞ്ഞപ്പോ ഉണ്ടായതല്ലേ? അതെ. ബിഗ് ബാങ് അല്ലേ കുഞ്ഞെന്ന് പറഞ്ഞതോ? ഒരു ആദനബിനെ ഉണ്ടാക്കാൻ അള്ള കഷ്ടപ്പെട്ടതൊക്കെ എത്രയെന്ന് കിതാബിൽ എഴുതി വെച്ചിട്ട്. എവിടെ കഷ്ടപ്പെട്ടു? എന്തൊരു കഷ്ടപ്പെട്ടു? മലക്കനെ പറഞ്ഞയച്ച് വായിച്ച് ഊതി കയറ്റി പിന്നെ വാരിയൽ. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. പറയുന്നത് അറിവില്ലാത്ത ആളുകളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങളോട് പറയണ്ടല്ലോ. ഒരു മനുഷ്യൻ എന്റെ വാദം എന്താണ് പറഞ്ഞത്? ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? മനുഷ്യനായിട്ട് തന്നെയാണല്ലോ എല്ലാരും ജീവിക്കുന്നത്. പിന്നെ മനുഷ്യനായിട്ട് ജീവിക്കാന്ന് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പൊതുവിൽ മനുഷ്യരെല്ലാവരും അംഗീകരിക്കുന്ന മാനവികത എന്ന സങ്കല്പത്തിന് വിരുദ്ധമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയമങ്ങൾ. ഇതാണ് എന്റെ വാദം. അതെ, പൊതുവെ മനുഷ്യരെല്ലാവരും അംഗീകരിക്കുന്ന മാനവികത ആണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ. തീരുമാനിക്കുന്നത് അങ്ങനെ അല്ല, ഈ മനുഷ്യാവകാശങ്ങൾ ഇന്നതൊക്കെയാണെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? മനുഷ്യൻ. ഏത് മനുഷ്യൻ? എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാക്കി. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാവും. അവരാണ് പണ്ഡിതന്മാരെ. അവരാണ് മദ്രസത്തെ സിലബസ് ഒരാൾ ഉണ്ടാക്കണതല്ലേ ബാക്കി എല്ലാവരും അംഗീകരിക്കുന്നത്? അതെ, എല്ലാവരും അംഗീകരിക്കുന്നു. അത് പൊതുവെ മനുഷ്യർക്ക് മദ്രസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ പൊതുവായിട്ട് സ്വീകരിക്കപ്പെടുന്ന ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഉണ്ടാക്കുന്നത്? എങ്ങനെ ഒന്നുകൂടി പറ. മദ്രസയിൽ എങ്ങനെ ഒരാൾ സിലബസ് ഉണ്ടാക്കാം? ഒരാളല്ല ഉണ്ടാക്കുന്നേ, ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആരുണ്ടാക്കിയത്? ആർക്കാണ് ഇവർക്ക് അതോറിറ്റി ആരാ കൊടുക്കുന്നത്? ഈ ഒരു കൂട്ടർ മനുഷ്യാവകാശങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള ഒരു കൂട്ടര് ആ ലിസ്റ്റിനെ അംഗീകരിക്കണം എന്ന് എന്താണ് നിർബന്ധം? നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ മനുഷ്യാവകാശം എന്താണെന്നും നിങ്ങൾക്ക് ജനാധിപത്യം എന്താണെന്നും മനുഷ്യന്റെ നിയമങ്ങൾ എങ്ങനെ ഉണ്ടാവണമെന്നും എന്താണ് രാഷ്ട്രീയം എന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്താണെന്നും ഭരണം എന്താ ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ലോജിക്കലി സംസാരിക്കും. ഈ ഒരു കൂട്ടർ ഇന്നതാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് നിശ്ചയിച്ചാൽ ആ നിശ്ചയിക്കപ്പെട്ട സംഗതി അനുസരിച്ച് ജീവിക്കാൻ മറ്റുള്ളവർക്ക് എന്താണ് ബാധ്യത? അതാണ് ചോദ്യം. ശരി. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ എത്ര പേടിയാ? നിങ്ങൾ ഡയലോഗ് മാത്രമേ ചോദ്യം തന്നെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. ഇസ്ലാം ദൈവികമാണോ എന്ന് ചെയ്യാൻ പോലും ഒരു ഇതില്ല. ഇസ്ലാം ദൈവികമല്ല. അപ്പൊ എന്താണ് ദൈവം ചോദിക്കണ്ടേ നിങ്ങൾക്ക്? ദൈവവിശ്വാസിയാണോ അല്ലേന്ന് പറയണ്ടേ? എങ്ങനെ ഇസ്ലാം ദൈവികമല്ല? ഇസ്ലാം മാനവികമാണോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്? ഇസ്ലാം മാനവികമാണോന്ന്? എന്താണ് നിങ്ങൾ ഈ മാനവികത്വം ചർച്ച ചെയ്താൽ എന്താ പ്രശ്നം? നിങ്ങൾക്ക് മാനവികത എന്ന് പറഞ്ഞാൽ അറിയില്ല?
പറയാം. അല്ല, മാനവികത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? മാനവികത പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് മാനവികത എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയൂലേ? അല്ല, മാനവികത എന്താന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എല്ലാം അറിഞ്ഞ ഒരാളായിട്ടുള്ള പിന്നെ വിളിച്ചത്. നിങ്ങളെ മാനവികതക്ക് നിങ്ങൾ മാനവികത എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ, നിങ്ങൾ കൊടുക്കുന്ന ഡെഫിനിഷൻ ഇത് തോന്നിയ പോലത്തെ ഡെഫിനിഷൻ ഒന്നല്ല. മാനവികത എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ നിങ്ങളുടെ ഡെഫിനിഷൻ? എന്റെ ഡെഫിനിഷൻ അല്ല ഞാൻ ചോദിക്കണേ. അതല്ല, ഞാൻ പറയാം. നിങ്ങളുടെ ഡെഫിനിഷൻ നിങ്ങൾ തരുന്ന ഡെഫിനിഷനോട് മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയോ? എന്റെ ഡെഫിനിഷൻ അല്ല ഞാൻ ചോദിക്കണേ, നിങ്ങൾക്ക് അറിയോന്നാ ചോദിക്കേ. മാനവികത എന്ന് പറഞ്ഞാല് എന്താണെന്ന് നിങ്ങളുടെ എന്റെ ഡെഫിനിഷൻ അല്ല സുഹൃത്തെ ചോദിക്കണേ, എന്താണെന്ന് നിങ്ങൾക്ക് അറിയോന്ന്. എന്താണ് പൊതുവെ മാനവികത എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ല? കാണുന്ന ഒരു അർത്ഥം. മാനവികത എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ല? മാനവികത എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. അതെന്താ നിങ്ങൾക്ക് അറിയോ? മാനവികതയുടെ ഡെഫിനിഷൻ നിങ്ങൾ മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയോ? എന്നെ വിട് ലിയാക്കത്തിനെ മയച്ചാളാ. മാനവികത എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്താ നിങ്ങൾക്ക് അറിയോ? ഇതാണ് ചോദ്യം. മാനവികത എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്, അതെന്താന്ന് അറിയാം. ഇസ്ലാം മാനവികമാണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയ മാനവികതയെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇസ്ലാം മാനവികമാണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇസ്ലാം മാനവികമാണോ? ആദ്യം ചെയ്യേണ്ടത് ദൈവികമാണോ എന്നുള്ള തീരുമാനം. ഇല്ല, ആദ്യം മാനവികമാണോ എന്നുള്ള ചോദ്യം. ഓക്കെ, ഇസ്ലാം മാനവികമാണ്. അല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കിയ മാനവികത എന്താ? അത് വെച്ചിട്ട് ഇസ്ലാമിന്റെ മാനവികത ഒന്നും എന്റെ മുമ്പിൽ വിശദീകരിച്ചോളി. നിങ്ങൾ മനസ്സിലാക്കിയ മാനവികത എന്നെ വിട്ടേക്കും. നിങ്ങള് ഇസ്ലാം മാനവികമാണ് എന്ന് ആദ്യം നിങ്ങൾ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ പേടിച്ച് ഇപ്പൊ മാനവികത മാത്രം അയിമക്ക് തൂങ്ങാനുള്ള കാരണം ദൈവം എന്റെ വിഷയമല്ല. ദൈവം എന്ന് പറയുന്ന ഒരു പുകയാണ്. അവസ്ഥ ദൈവം ഒരു പുകയാണ്. എങ്ങനെ? ദൈവം എന്നൊന്നില്ല. ദൈവം ഒരു പുകയാണ്. മനുഷ്യൻ എന്നൊന്നുണ്ട്. മാനവികത എന്നത് എനിക്ക് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്ലാം മാനവികമാണോ എന്നാണ് ചോദ്യം. നിങ്ങളൊരു അന്ധവിശ്വാസമാണ് ഈ ദൈവം ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് അതിന് തെളിവൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഞങ്ങളോട് പറയണേ, നമുക്ക് രണ്ടാക്കും ബോധ്യമുള്ള ഒരു കാര്യമുള്ള മാനവികത മനുഷ്യൻ. നിങ്ങൾ പറഞ്ഞോളൂ, ദൈവം ഇസ്ലാം മാനവികമാണ് എന്നാണ് നിങ്ങൾക്ക് വാദം. നിങ്ങൾ അത് പ്രൂവ് ചെയ്തോളിയും. അല്ലാതെ ഞാൻ തെളിയിച്ചു തരാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഇസ്ലാം ദൈവികമാണോ അല്ലേ എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ ഒരു കൊടുങ്കാറ്റടിച്ചാൽ നിങ്ങളെ ഉടായിപ്പൊ കട കയ്യിൽ വെച്ചിട്ട് ഇസ്ലാം മാനവികമാണ് നിങ്ങൾ പ്രൂവ് ചെയ്യും. അല്ലാന്ന് ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എന്താണ് മാനവികം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കിയ മാനവികത പറഞ്ഞാൽ മതി. ശരി, നിങ്ങൾ മാനവികത മാനവികതക്ക് പോകാനുള്ള കാരണം എന്താ? മാനവികതക്ക് പോകാനുള്ള കാരണം ഇസ്ലാം ദൈവികമാണോ അല്ലേ? അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. അതൊക്കെ നമുക്ക് വേറെ അതിനൊക്കെ ഒരു മൂല്യം കൊണ്ട് വന്നോളി. അല്ലല്ല, ഏതൊരു മനുഷ്യന്റെയും ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിന്റെയും ഉടമസ്ഥത ഈ ദൈവത്തിനാണ്. ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുക. എന്റെ ഉടമസ്ഥത ദൈവത്തിനും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അന്ധവിശ്വാസം. ആയിക്കോട്ടെ, ദൈവമുള്ളവരും നീ പറഞ്ഞത് കേട്ടോ, ദൈവമുള്ളവരും ഇല്ലാത്തവരും, ദൈവത്തെക്കുറിച്ച് പല സങ്കല്പങ്ങളുള്ളവരും, ദൈവത്തിന്റെ നിയമങ്ങൾ പലതാണെന്ന് വിശ്വസിക്കുന്നവരും ലോകത്തുണ്ട്. അവരെല്ലാവരും പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു പേരാണ് മനുഷ്യൻ. അവരെല്ലാവരും അവരെ മനുഷ്യരായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അവരെല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ് മാനവികത. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുള്ള എല്ലാ മനുഷ്യർക്കുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയാണ്. അത് വ്യക്തി നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, രാഷ്ട്രീയ നിയമങ്ങൾ ഉൾപ്പെടുന്ന കേവലമായ ആത്മീയ നിയമങ്ങളല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകാവുന്ന, എല്ലാവർക്കും ബാധിക്കുന്ന, എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഭൗതികമായിട്ടുള്ള നിയമങ്ങൾ. അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാം മാനവികമാണോ എന്ന ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചത്. നിങ്ങളതിന് മാനവികം എന്ന് പറയുമ്പോ എന്താണ്? നിങ്ങൾ പറഞ്ഞോളൂ സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞു ഇസ്ലാം മാനവികമാണ്. ഒരു മിനിറ്റ്, ഇസ്ലാം മാനവികമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ട് ഇല്ലേ? അതിന് നിങ്ങൾ മാനവികം എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ആ ടേം ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു വിഷയം മാനവികമാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് അവകാശം? അതൊക്കെ നിങ്ങൾക്കും പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഇസ്ലാം മാനവികമാണെന്നൊരു വാദം പറഞ്ഞല്ലോ, അതെന്തിനാ അടിസ്ഥാനത്തിലാ?
അത് എന്റെ മാനവികത എന്നാൽ എന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞോളി. അത് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഇസ്ലാം മാനവികമാണെന്ന് തെളിയിച്ചോളി. നിങ്ങളെ കൺസെപ്റ്റ് വെച്ചിട്ട് മാനവിക വിശദീകരിച്ചിട്ട്. നമുക്ക് ഫിത്രത്ത് എന്ന് പറഞ്ഞൊരു സാധനം പടക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിത്രത്ത് അതായത് മനുഷ്യ പ്രകൃതി. ആ പ്രകൃതിയിൽ മനുഷ്യന് അറിയാവുന്ന കാര്യമാണ് മറ്റൊരാളെ എന്താണ് ഉപദ്രവിക്കുക, ഒരു കാരണമില്ലാതെ ഉപദ്രവിക്കുന്നത് അത് മാനവികമല്ല എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അത് മാനവികത നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിലല്ല. മാനവികത പൊതുവിൽ മാനവികത മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശങ്ങൾക്കും അർഹരാണ്. എല്ലാവരും നമ്മളൊരു സ്പീഷീസ് ആണ്. നമ്മളെല്ലാവരും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശങ്ങളും അർഹിക്കുന്നവരാണ്. അത് ദേശം, ഭാഷ, രാഷ്ട്രം, ജാതി, മതം, വർഗം, വർണ്ണം ഇതൊന്നും ബാധിക്കാത്ത തരത്തിൽ എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അതാണ് മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനം. അതാണ് മാനവികതയുടെ ബേസ്. ആ മാനവികതയുടെ ബേസ് തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു സംഗതി മാനവികമാണോ അല്ലേ എന്നുള്ള കാര്യത്തില് മനുഷ്യർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാമോ? ഉണ്ടാവില്ല. ഈ ബേസിലാണ് നമ്മൾ പരിശോധിക്കുക. ഒരു വസ്തു, ഒരു സംഗതി മാനവികമാണോ അല്ലേ എന്നുള്ളതില് ഈ ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുക. ഈ ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കേ. അതെ, ഈ മനുഷ്യർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ഉദാഹരണം. ഒരു മനുഷ്യൻ, എല്ലാ മനുഷ്യർക്കും, ഞങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കാര്യമാണ്, എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സ് അവകാശങ്ങളുണ്ട്. ഏതൊരു മനുഷ്യനും അവൻ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാനും ആരാധിക്കാതിരിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ വ്യക്തിപരമായ അവകാശമുണ്ട്. അത് സ്വാതന്ത്ര്യം. അതാ സ്വാതന്ത്ര്യമല്ല, അത് അവകാശമാണ്. അത് ആരെങ്കിലും വകവെച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യമല്ല, അവകാശമാണ്. അതാണ് മാനവികതയുടെ അടിസ്ഥാനം. നമുക്ക് അതിമ തന്നെ തുടങ്ങാം. ഒരു മനുഷ്യന്റെ ദൈവവിശ്വാസ സങ്കല്പവുമായി ബന്ധപ്പെടുത്തി തന്നെ തുടങ്ങാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് ആർക്കും ഒരു അവകാശം ഇല്ല. എന്ത്? നിരീശ്വരവാദ പ്രകാരം ആർക്കും ഒരു അവകാശം ഉണ്ടാവില്ല. മനസ്സിലായില്ല. നിങ്ങളിപ്പോ ഈ നമ്മൾ മാനവികതയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാവണേ? നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദികൾ ഉണ്ടാവും. ഈശ്വരവികത എന്ന് പറയാൻ തന്നെ അവകാശമില്ല. അതെന്താ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിരീശ്വരവാദം ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ബിഗ് ബാങ്കിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടായത്. ഇതിന്റെ പിന്നിലൊന്നും ഒരു ലക്ഷ്യമോ ഞാൻ പറഞ്ഞു കേക്കൂ. നമ്മളൊരു കാര്യത്തിൽ സംസാരിക്കുകയാണ്. ഞാനും നിങ്ങളും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും, നിരീശ്വരവാദിയും അഗ്നോസ്റ്റും, അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും ഇന്ത്യക്കാരനും എല്ലാവർക്കും, ആണും പെണ്ണും എല്ലാവരെയും ബാധിക്കുന്ന പൊതുവായിട്ടുള്ള കാര്യമാണ് മാനവികത. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം പൊതുവിൽ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ സംസ്കാരം അത് മാനവികമാണോ അല്ലേ എന്നാണ് പരിശോധിക്കുക. അതിലാണ് നിങ്ങളോട് പറഞ്ഞത് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം എന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനമാണ് വിശ്വാസം. ആ വിശ്വാസം തെരഞ്ഞെടുക്കാനും വിശ്വാസം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ചെയ്യാതിരിക്കാനും പ്രചരിപ്പിക്കാനും വിമർശിക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മാനവികത. നമ്മൾ ലോകത്തെല്ലാവരും, ഏറെക്കുറെ എല്ലാ മനുഷ്യരും ഇസ്ലാം അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവികമായ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം ഈ മാനവികമായ ഈ മൂല്യത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവായിട്ടല്ലോ. മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ എന്നൊരു രേഖ തന്നെ മനുഷ്യർ നിങ്ങൾ ചോദ്യം നമ്മൾ പരിഗണിക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ചോദ്യം പരിഗണിച്ചാൽ നിങ്ങൾ ഇസ്ലാം നിങ്ങൾ പറയുന്ന ഇത് ഏതോ ഒരു പൊട്ടിത്തെറിന്റെ ഫലമായിട്ടുണ്ടായാണ് ഇപ്പത്തെ ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രപഞ്ചോൽപത്തിയല്ല മാനവികത. പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളും അതിന്റെ ശാസ്ത്രീയ വിശദീകരണവും അത് മാനവികതയായിട്ട് എന്താ ബന്ധം? എന്നാ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മനുഷ്യന് ഇങ്ങനെ പ്രാധാന്യം? ഇതൊന്നും അറിയില്ലേ? പോത്തിനെ അറുത്തിട്ട് ഭക്ഷിക്കുന്നില്ലേ? നിങ്ങൾ ആ പോത്തിന്റെ സംഭവം ചോദിക്കുന്നില്ല. പോത്തിനെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ആ പോത്തിന്റെ ഇറച്ചി തിന്നുന്നു. അതുപോലെ കോഴി അറക്കുന്നു, കോഴിയുടെ സംഭവം ചോദിക്കുന്നില്ല. നിങ്ങളെ ഈ മാനവികം എന്നുള്ള സങ്കല്പം എന്തുകൊണ്ട് മനുഷ്യർക്ക് മാത്രം ഒതുങ്ങിക്കൂടി, മറ്റുള്ള ജീവികളൊന്നും മനുഷ്യർക്ക് മാത്രം ഒതുങ്ങിയത്?
നിങ്ങൾ കോഴി അറുത്ത് എന്താണ് ഭക്ഷിക്കാറില്ലേ? സുഹൃത്തെ നിങ്ങൾക്ക് എന്താ മാനവികത ഇസ്ലാമായിട്ട് മനുഷ്യരുടെ കാര്യം ആദ്യം തീരുമാനിക്കുക. കോയിന്റെയും പോത്തിന്റെ ഒക്കെ കാര്യം നമുക്ക് പറയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദ്യം മനുഷ്യനാണ്. ഇസ്ലാം എന്ന് പറയും ആദ്യം മനുഷ്യനാണ്. ഓക്കെ, ആദ്യം മനുഷ്യനാണ് ഒന്നാമത് ഫസ്റ്റ്. അപ്പൊ മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ട് മറ്റുള്ള ജീവികളെ അറക്കാൻ കൊല്ലാം. നിങ്ങൾ വീട് വെച്ചിക്കണോ? നിങ്ങളൊരു വീട്ടിലാണോ താമസം? ആണ്. നിങ്ങൾ കൊതുകിനൊക്കെ കൊല്ലലുണ്ടോ? കൊതുകിനെ കൊല്ലലുണ്ട്. കൊതുകിനെ ആരാ സൃഷ്ടിച്ചത്? അള്ളാഹു സൃഷ്ടിച്ച ജീവനെ തച്ചുവല്ല നിങ്ങൾക്ക് അധികാരമുണ്ടോ? അധികാരം അള്ളാഹ് വന്നാണ്. അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല. ഒരാള് ഇസ്ലാമിനെ വിമർശിച്ചാൽ ചോദിക്കട്ടെ. അതേപോലെ ഒരാള് ഇസ്ലാം മതം സ്വീകരിച്ച അയാള് മുർത്തദ്ദായി അയാൾ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുക ആക്ഷേപിക്കുകയും ചെയ്യാൻ അയാളെ കൊല്ലാൻ അവകാശം ഉണ്ടോ? ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിലുണ്ട്. അള്ളാഹ് തന്നിട്ടില്ലേ അധികാരം? അള്ളാഹ് തന്നിട്ടുണ്ട്. കഴിഞ്ഞു. കഴിഞ്ഞു. നിങ്ങൾ ഞാനും മാനവികത വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇസ്ലാമിന് മാനവികത സംസാരിക്കാൻ വയ്യാത്തത്. മനസ്സിലായോ നിങ്ങൾക്ക് ബിഗ് ബാങ്ങിന്റെ പുറകിലേക്കും അള്ളാഹുവിന്റെ ആദമിന്റെ സൃഷ്ടിപ്പിലേക്കും പോകണം. മനുഷ്യൻ തന്നെ സ്വാർത്ഥത തന്നെയാണ്. നിങ്ങൾ ഭയങ്കര വിശാല മനസ്കരാണ്. അതുകൊണ്ടാണ് മുർത്തദിനെ കൊല്ലണമെന്ന് മദർസ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞങ്ങള് ദൈവം എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുക. ആ ദൈവത്തിനടുത്ത് വല്ല സെപ്റ്റി ടാങ്കിലും മൂടണം എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ വൃത്തിയോട് പഠിപ്പിക്കുന്ന ദൈവത്തിന് വല്ല സെപ്റ്റി ടാങ്കിലും കൊണ്ടുപോയിട്ട് മൂടണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ദൈവികമാണല്ലേ എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ തന്നെ ഇതല്ല നിങ്ങളെ ദൈവം. ഒരാള് വിശ്വാസം മാറിയാൽ അയാളെ കൊല്ലാൻ വേണ്ടി അവകാശം കൊടുത്തു എന്ന് പറയണ ഈ ദൈവമല്ല നിങ്ങളെ ദൈവം. മഴ പെയ്താലേ മഴ പെയ്യുന്ന ഇഷ്ടപ്പെടാത്തോണ്ട് കൊട ചൂടാതിക്കുന്നതിൽ ബുദ്ധിയില്ല. നിങ്ങളല്ലേ അള്ളാഹ് അനുവാദം തന്നോന്ന് പറഞ്ഞു. അവിടെ കഴിഞ്ഞു. നിങ്ങളോട് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അനുസരിക്കുക. അതെ, ആളെ കൊല്ലാൻ നിയമം ഉണ്ടാക്കുക അല്ലെ? പെണ്ണെട്ടിച്ചു കൊടുക്കാൻ ആയത്തിറക്കുക. വൃത്തികേട്. നിങ്ങൾക്ക് വേറെ പണിയില്ല, എനിക്ക് വേറെ പണിയില്ല. നിങ്ങള് ഭയങ്കര വൃത്തികേടല്ലേ? നിങ്ങള് പോയി കഴിഞ്ഞു. നിങ്ങളോടുള്ള സംസാരം കഴിഞ്ഞു സുഹൃത്തെ. മതം വിശ്വാസം മാറിയാലോ അവനെ കൊല്ലാൻ കൊതുകിനെ കൊല്ലാൻ പറയുന്ന പോലെ അള്ള പെർമിഷൻ കൊടുക്കണമല്ലോ. കൊതുകിനെ കൊല്ലാൻ അള്ള കൽപ്പിച്ചിട്ടില്ല, പക്ഷെ മനുഷ്യനെ കൊല്ലാൻ അള്ള കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് അള്ള നിങ്ങളെ ദൈവം. ആ ദൈവത്തിൻ്റെതാണോ അല്ലേന്ന് ആലോചിച്ചിട്ട് വലിയ ഉപകാരം പോലും ഇല്ല. അത് കൊല്ലാം എന്ന് പറയുന്ന സത്യം ബോധ്യപ്പെട്ടിട്ടും അതിനെ പുസ്തകത്തിനെയാണ്. എന്ത് സത്യം? അല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പിന്നെയും അതിനെ നിഷേധിക്കുമ്പോഴാണ് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. എന്റെ ശരി നിങ്ങളാണ് തീരുമാനിക്കുക. എങ്ങനെ? എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ നിങ്ങളാണ് തീരുമാനിക്കുക. അതറിയാൻ കഴിയുമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല, തെളിവ് കിട്ടാത്തതുകൊണ്ടാണോ? അങ്ങനത്തെ വിഷയങ്ങൾ അതെ, തെളിവ് കിട്ടാത്തതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കും. ഞങ്ങൾക്ക് നിങ്ങളൊരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ചോദിക്കണേ. ഇപ്പൊ ദൈവം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. സങ്കല്പിക്കുക, ഒരു സങ്കല്പത്തിന്, ഒരു വാദത്തിന് വേണ്ടിയിട്ട്. ആ ദൈവത്തിന്റെ അടുത്തുള്ളതാണ് ഈ മതം. നിങ്ങളൊന്ന് തെളിയിച്ചാൽ എനിക്ക് കേൾക്കട്ടെ. ഇസ്ലാം ദൈവത്തിൽ നിന്നാണ്. അതിന്റെ മുമ്പ് അതല്ല, നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് അറിയണമല്ലോ. ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് അറിവ് കിട്ടുക? ടെസ്റ്റിമണിയിലൂടെ അറിവ് കിട്ടും. ഞാൻ മതി സുഹൃത്തെ. ഈ മതം ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ മതി. ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിക്കുകയും അത് ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകൾ അത് കുടിക്കുകയും വുളു ചെയ്യുകയൊക്കെ ചെയ്തു എന്നുള്ള കളന്റെ മേൽ യോജിക്കാൻ കഴിയാത്ത അത്രയും സഹാബിമാര് ഈ സംഗതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, അതാണോ ഈ മതം അള്ളാഹുവിന്റെ ആണെന്നുള്ളതിന്റെ തെളിവ്? എങ്ങനെ? അതാണോ ഈ മതം ദൈവത്തിന്റെ ആണെന്നുള്ളതിന്റെ തെളിവ്? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ കൂടി വെള്ളം ഒഴുകി എന്നുള്ളതാണ് ഈ ഇസ്ലാം ദൈവികമാണെന്നുള്ളതിന്റെ തെളിവ് അല്ലേ? അത് മാത്രല്ല, അതുപോലെയുള്ള മുഹമ്മദിനല്ല തെളിവ്. ഈ മതം ദൈവത്തിൽ നിന്നുള്ളതാണെന്നുള്ളതിന്റെ തെളിവ്. അതെ, അമാനുഷികമായിട്ട് ഇവിടെ ഇപ്പൊ നാച്ചുറൽ അമാനുഷികമായതെല്ലാം ദൈവികമായിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. പൈശാചികം ആവാലോ.
പൈശാചികമായതുണ്ടാവും, പക്ഷെ അത് അവിടെ വെല്ലുവിളി സ്വഭാവം നിങ്ങൾക്കൊന്നും വേണ്ട. അപ്പൊ അള്ളാഹു എന്നും ഇബ്ലീസ് എന്നുള്ള രണ്ട് കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് അംഗീകരിച്ചു തരാണ്. ഒരു മിനിറ്റ്, നിങ്ങളുടെ ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. പ്രവാചകൻ എന്ന ഈ ഒരു കൺസെപ്റ്റ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമായിട്ടുള്ള അള്ളാഹു, അതിന്റെ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പൈശാചികതയുടെ പ്രതീകമായിട്ടുള്ള ഇബ്ലീസ്, ഈ രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ ഈ രണ്ട് പിന്നെ സംഭവങ്ങളെ ഞാൻ അംഗീകരിച്ചു തരാണ് വാദത്തിന് വേണ്ടിട്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇസ്ലാം പിശാചിൽ നിന്നല്ല നിങ്ങളും തെളിയിക്കാൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ പറയുന്നു. ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച അവനെയാണ് ആരാധിക്കാൻ പറയുന്നത്. അതുപോലെ പിശാചിന്റെ വഴിയിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ പറയുന്നുണ്ട്. പിശാചിൽ നിന്ന് കാവലൻ ചോദിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ മൊത്തത്തിൽ എല്ലാം പറയുന്നുണ്ടല്ലോ. അതൊക്കെ പറഞ്ഞ എന്തിനാ? ഓക്കെ, ലോകത്തുണ്ടായത് എന്താ? അസമാധാനാണോ സമാധാനാണോ? സമാധാനാണ് ഉണ്ടായത്. സമാധാനാണ് ഉണ്ടായത് ആണോ? അതെ. നിങ്ങൾ തെളിയിക്ക്. ഇപ്പൊ ഈ ദൈവത്തിൽ നിന്ന് ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വഹി കിട്ടി എന്നുള്ളതാണല്ലോ അടിസ്ഥാനം. മുഹമ്മദിന്റെ അടുത്ത് വന്നത് ജിബ്രീലാണ്, നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അതൊക്കെ ഇതാണ് എന്ത് ഈ പ്രവാചകൻ അമാനുഷിക മനുഷ്യ കഴിവിന് അതീതമായ പ്രവർത്തനങ്ങൾ പിശാചിനും കഴിയും. സപ്പോർട്ട് ഉണ്ടെന്ന്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ പിശാചിനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല്ലേ? പിശാചിനെ കൊണ്ട് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ പ്രവാചകൻ ഒരു കാര്യം ചെയ്യുമ്പോ അവിടെ തഹദ്ദി എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഇതുപോലെ മറ്റാർക്കും ചെയ്യാൻ സാധ്യമല്ല. നബിയുടെ അടുത്ത് ഗുഹയിൽ വന്നത് പിശാചല്ല ജിബ്രീലാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് തെളിവ്? ആ തെളിവുകൊണ്ട് പറഞ്ഞോളൂ. അത് നമ്മൾ മെസ്സേജ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. അതുപോലെ പ്രവാചകൻ ചെയ്യുന്ന സംഗതി മറ്റൊരാൾക്കാരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് പറ്റിക്കാൻ വരൂലേ മനുഷ്യരാശി? അല്ല, പിശാചിനെ സേവിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങള് അത് മറ്റൊരാൾക്ക് പ്രവാചകൻ ചെയ്യുന്ന സംഗതി മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വാദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രിമൈസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാണ്. നിങ്ങൾക്ക് വാദം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഓരോരോ പ്രിമൈസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾ അവിടെ നിന്നൊക്കെ ഓടിപ്പോവാം. ജിബ്രീലാണോ അല്ലെങ്കിൽ ഇബ്ലീസ് ആണോ അവിടെ വന്നത് എന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇനി പോട്ടെ, നിങ്ങൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചോദിച്ചു തരാം. മുഹമ്മദ് നബിക്ക് എങ്ങനെ മനസ്സിലായി? അതാ മെസ്സേജ് കണ്ടാലും മനസ്സിലാവും. മുഹമ്മദ് നബിക്ക് എങ്ങനെ മനസ്സിലായി? മുഹമ്മദ് നബി എങ്ങനെയാണ് പിശാചിൽ നിന്ന് മുഹമ്മദ് നബി അള്ളാഹുമായിട്ട് അതിനു മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? മുഹമ്മദ് നബി അതിനു മുൻപ് അള്ളാഹുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ഞാൻ ചോദിക്കട്ടെ? പിശാചിൽ നിന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ മാനദണ്ഡതാണ് നിരന്തരം പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ. പോട്ടെ, നിങ്ങൾ ഞാൻ ചോദിക്കണേന് മറുപടി പറയും. നിങ്ങൾ എന്താ ഇങ്ങനെ ഓടുന്നത്? നിങ്ങൾക്ക് വിവരമുള്ള ആളല്ലേ, നിങ്ങളൊരു ആലിമല്ലേ? നിങ്ങൾ പറയും മുഹമ്മദ് നബി ഗുഹയിൽ വന്ന അശരീരി ജിബ്രീലാണ് എന്ന് മുഹമ്മദ് നബി എങ്ങനെയാണ് കൺഫേം ചെയ്തത്? ഇതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ആ സന്ദേശം കൊണ്ടുവരപ്പെട്ട സന്ദേശം എന്താണെന്നുള്ളത് നോക്കുക. അല്ല, പിശാചിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് പിശാചിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. എവിടെ? ഗുഹയിൽ വെച്ചിട്ടോ? അതെ. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. അതായത് സൃഷ്ടിനാഥനെ പുകഴ്ത്തിക്കൊണ്ടും സൃഷ്ടിനാഥനോട് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നും ഈ മനുഷ്യരാശിയിലാകെ കലാപവും പ്രശ്നങ്ങളും പരസ്പര വൈര്യവും വെക്കാണവും യുദ്ധവും കൊള്ളയും കൊലയും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു 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 അജണ്ടയുടെ ഭാഗമായിട്ട് ആദ്യം നല്ല വാക്ക് പറഞ്ഞു വന്ന പിശാചല്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും? ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം, അവിടെ വന്നത് ജിബ്രീലാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിച്ചത്? മുഹമ്മദ് നബി എങ്ങനെയാണ് കൺഫേം ചെയ്തത്? അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു പ്രവാചകന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതൊന്നും ഞാൻ ചോദിച്ചില്ല നിങ്ങളോട്. അത് ചോദിക്കാന്നിട്ട് കാര്യമില്ല. അതാണല്ലോ മറുപടി. അതാണോ മറുപടി? ഒരു പ്രവാചകന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ രാത്രി 9 പിശാചിനോ പിശാച് സേവകനോ കഴിയാത്ത കാര്യങ്ങൾ മുഹമ്മദ് നബി ചെയ്തോന്ന് പറഞ്ഞു കേൾക്കട്ടെ. എങ്ങനെ പറയും മുഹമ്മദ് നബി ചെയ്തത്? എന്ത്? പ്രവാചകന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പിശാചിന് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നബി ചെയ്തതെന്ന് പറഞ്ഞു. ചന്ദ്രനെ പിളർത്തി. ആര് പറഞ്ഞു?
ആര് പറഞ്ഞോ? എന്റെ പൊന്നാരക്കാ, കളവിന്റെ മേൽ യോജിക്കാൻ കഴിയാത്ത അത്രയും സാക്ഷികൾ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അങ്ങനെ പോകുന്നതാണ്. മുഹമ്മദ് നബിന്റെ ഹദീസ് എഴുതിയ ആൾക്കാരോ? എങ്ങനെ? മുഹമ്മദ് നബിന്റെ ഹദീസ് ഹദീസിലും ഖുർആനിലും ഒക്കെ ഉള്ളതാണ്. സുഹൃത്തെ, ഈ ഹദീസിന്റെയും ഖുർആന്റെ ഒക്കെ അടിസ്ഥാനം ജിബ്രീൽ വന്നതാണല്ലോ. വന്ന അന്ന് മുഹമ്മദ് എങ്ങനെ കൺഫേം ചെയ്തു എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തത്? ഖുർആൻ ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് കൂടിയാണ്. ആ ഖുർആനിലെ ഓരോ ആയത്തുകളും അവതരിക്കുന്നത് ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ്. ഇതൊക്കെ പറയണത് ജിബ്രീൽ വന്നിട്ടുള്ള തുടക്കത്തിലല്ലേ? ഈ വന്നത് ജിബ്രീലാണ്, പിശാചല്ലേന്ന് നിങ്ങളെ മുഹമ്മദ് നബി എങ്ങനെ കൺഫേം ചെയ്തു? നിങ്ങൾ എങ്ങനെ ബോധ്യപ്പെട്ടു? അത് ചോദിക്കുന്നത്. ഒരു ഖുർആനിനെ നിങ്ങളൊരു ഹിസ്റ്ററി ഇല്ല സുഹൃത്തെ. അന്ന് ഗുഹയിൽ ഖുർആനൊന്നുമില്ല. മുഹമ്മദ് നബി ഗുഹയിൽ പോയി കുത്തിരിക്കണേ. അത് എന്തിനാ ഇരുന്ന വേറെ ചോദ്യം. അത് പോട്ടെ. അവിടെ പോയി ഇരിക്കുന്നു. മുഹമ്മദ് നബിയുടെ അടുത്ത് ഒരു അശരീരി വരും. വന്ന അശരീരി ചന്ദ്രനെ അതിപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ CM വലിയുള്ളാഹി ഒരു ഫ്ലൈറ്റിന്റെ 2 എഞ്ചിനും തകരാറിലായപ്പോ ഉള്ളം കയ്യിൽ എടുത്തോണ്ടെന്ന് റൺവേയിൽ ഇറക്കിയത് കഥ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു കഥ ഉണ്ട് എന്നുള്ളത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ കഥ അത് ആരൊക്കെ കണ്ടു, എത്ര ആളുകൾ എത്ര ആൾക്കാർ കണ്ടിരിക്കണേ? എത്ര വാനരന്മാര് കണ്ടു? CM വലിയുള്ളാഹി അങ്ങനെ ചെയ്തത് എത്ര ആളുകൾ കണ്ടു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത ആളുകൾ അതിനേക്കാളും ആൾക്കാർ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഹനുമാൻ മരുത്വമലയും കൊണ്ട് പോണത് എത്രയോ ആയിരക്കണക്കിന് മനുഷ്യന്മാര് കുരങ്ങന്മാര് കണ്ടത്. കുരങ്ങന്മാരൊക്കെ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തു. കുരങ്ങന്മാരും മനുഷ്യന്മാരും കണ്ടു. അത് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടേ. നിങ്ങൾക്ക് ഇപ്പൊ കിതാബിൽ എഴുതിയാ പോരെ? കിതാബിൽ എഴുതിയല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഇപ്പൊ ഇങ്ങനെ മുഹമ്മദ് നബി ഇങ്ങനെ ചന്ദ്രനെ പുലർത്തി എന്നുള്ളത് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇപ്പൊ ഞാൻ പറയാം. പുരാണങ്ങളില് ഈ കഥ പറയുന്നുണ്ട്. ഹനുമാൻ മരുത്വമലയും കൊണ്ട് പുരാണങ്ങളിൽ എഴുതിയെന്ന് പറഞ്ഞല്ലോ. ഈ പുരാണങ്ങൾ ആരാണ് എഴുതിയത്? മനുഷ്യര്. ഖുർആൻ ആരാ എഴുതിയത്? ഞാൻ പറയട്ടെ. ഈ പുരാണങ്ങളിൽ സനത് പറയുന്നുണ്ടോ? ഖുർആൻ ആരാ എഴുതിയത്? പുരാണങ്ങളിൽ സനത് പറയുന്നുണ്ടോ? എന്ത് സനത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഖുർആന്റെ സനത് എന്താ? ഇനി അവിടെ കട്ടെ. ഖുർആന്റെ സനത് എന്താ? ഖുർആന്റെ സനത് ഓരോ കാര്യങ്ങൾക്കും ഇവിടെ നിങ്ങൾക്ക് ഏത് നിങ്ങളോട് ഞാൻ ചോദിക്കാണ്. മുഹമ്മദ് നബി സൂറത്ത് ബക്കറയിലെ 191 വചനം, അത് അവിടെയാണ് അതിന്റെ പൊസിഷൻ എന്നതിന്റെ സനത് എന്താ? എങ്ങനെയാ സൂറത്തിൽ ബക്കറയിലെ 191 വചനം? അത് മുതവാത്തിറായി നബി തങ്ങളുടെ കാലം തൊട്ട് ഇന്ന് വരെ ഓതി സനത് പറയും കൊടുത്തു. അങ്ങനെ ഖുർആന്റെ ഇപ്പോഴത്തെ ക്രോഡീകരണ ക്രമത്തിന്റെ സനത് പറയും. നിങ്ങൾ അന്വേഷിച്ചാൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അത് ഓരോ ഖിറാഅത്തിന് വരെ അതിന്റെ സനതുകളുണ്ട്. എവിടെ? ഞാൻ ചോദിക്കാണ്. സൂറത്ത് 191 വചനം ഞങ്ങളോട് പറഞ്ഞുതരാം. ഖുർആനിലെ 2-ാം അധ്യായത്തിലെ ആ സനതുണ്ട്. സനത് എവിടെ? ഖിറാഅത്തിന് സനതല്ല. അതായത് കിട്ടും. നിങ്ങളെ പുറകെ ഓടുകയാണ്. അതായത് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഖിറാഅത്തിന്റെ സനതല്ല ഞാൻ ചോദിച്ചേ. 2-ാം അധ്യായത്തിലെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. 2-ാം അധ്യായത്തിലെ 191 വചനം സൂറത്ത് ബക്കറ എന്ന് പറയുന്ന ഖുർആനിലെ 2-ാമത്തെ അധ്യായം ആയിട്ട് ക്രോഡീകരിക്കണമെന്നും അതിൽ ഈ ഒരു വചനം 191 സൂക്തമായിട്ട് രേഖപ്പെടുത്തണമെന്നും മുഹമ്മദ് നബി പറഞ്ഞതിന് മുഹമ്മദ് നബിയിലേക്ക് എത്തുന്ന മുറിയാത്ത സനദുള്ള ഹദീസ്. മുറിയാത്ത സനത് തന്നെയാണ് ഈ ഹഫ്സിന്റെയും വർഷിന്റെയും ഖിറാഅത്തിലുള്ള സനത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിലങ്ങനെ ക്രമത്തിൽ ഓതി തരുന്നതാണിത്. ഇല്ല, നിങ്ങൾ പറഞ്ഞു അങ്ങോട്ട് ഓരോ ഖുർആൻ വചനവും ഞാൻ പറഞ്ഞ വിശ്വാസം എന്ത് ഖുർആന്റെ പോലെ സനദില്ല. മുഹമ്മദിന്റെ നുബുവത്തിന് തെളിവില്ല. മുഹമ്മദിന്റെ നുബുവത്തിന് തെളിവില്ല. ഖുർആനിന്റെ ആയത്തിനും അതിന്റെ ക്രമത്തിനും സനദില്ല. പിളർത്തി അതൊരു തെളിവാണ്. എന്ത് തെളിവ്? ആര് പിളർത്തി? നോണയാണ് പറയാ. തൊള്ളി തോന്നിയ പോലെയാണ് പറയാ. നോണാണ്ട് പറയല്ല. നിങ്ങൾ പിന്നെ ഖുർആനിനെ നിങ്ങൾ ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആയിട്ട് കൂട്ടുക.
ഖുർആൻ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആയിട്ട് കൂട്ടുകയാണെങ്കിൽ നമ്മൾ അല്ലല്ല, ഖുർആൻ അവതരിച്ചത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. അപ്പൊ ചന്ദ്രനെ പിളർത്തിയപ്പോൾ ഉള്ള സാഹചര്യം ഇറങ്ങിയ ആറ്റാണ് ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ. ചന്ദ്രൻ പിളർന്നു, അവര് മുശ്രിക്കുകൾ അതിനെ കളവാക്കി, അത് സിഹറാണ് എന്ന് പറഞ്ഞു. അത് മാജിക് ആണ്. ആ ഒരു സംഭവം ഖുർആനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാണ്. അതൊരു ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ടായിട്ട് അവസാനിപ്പിക്കാം. വെറുതെ ഇങ്ങനെ നീണ്ടുപോയിട്ട് കാര്യമില്ല. അതായത് ഇസ്ലാം മാനവികമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞ പ്രിമൈസിൽ ദൈവികമാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള അവസരം തന്നു. അതിനുള്ള പല പ്രിമൈസുകൾ സെറ്റ് ചെയ്തു. അതിലൊക്കെ നിങ്ങൾ അതിദയനീയമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള 2 തെളിവ് ഇസ്ലാം ഖുർആൻ ദൈവികമാണ്, അല്ലെങ്കിൽ ഇസ്ലാം ദൈവികമാണെന്നുള്ള 2 തെളിവ്. നിങ്ങൾ നിരീശ്വരവാദം മാനവികമാണ്, നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യും. നിരീശ്വരവാദം അല്ല, നമ്മൾ മാനവികമാണ്. നിരീശ്വരവാദം മാനവികമാണോ? നിരീശ്വരവാദം എന്നൊരു വാദം ഇല്ല സുഹൃത്തെ. ദൈവവിശ്വാസം മാനവികമാണോ എന്നല്ല നിങ്ങളോട് ചോദിച്ചോ. ഇസ്ലാം മാനവികമാണോ? ആസ്തികതയും നാസ്തികതയും എന്ന് പറയുന്നത് 2 സ്റ്റാൻഡാണ്. അത് 2 പ്രത്യയശാസ്ത്രമല്ല. മനസ്സിലാക്കി? അപ്പൊ നിങ്ങൾ മാനവികതയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്നർത്ഥം. നിങ്ങൾ വെറുതെ ചിലരുള്ള ആർക്കൊക്കെ ഉള്ള ചില. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് തീരെ വിവരല്ലേ? എന്താണ് ആസ്തികത? നിരീശ്വരത്വം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ? എങ്ങനെ? നിരീശ്വരവാദത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ഈശ്വരവാദത്തെ കുറിച്ചാണ്, നിരീശ്വരവാദത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കണേ. ഇസ്ലാം എന്ന് പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഐഡിയോളജിനെ കുറിച്ചാണ്. ഒരു ദൈവവിശ്വാസം ഒരു മിനിറ്റ് സുഹൃത്തെ. ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ദൈവം ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഒരു മനുഷ്യന്റെ ചിന്തയും മനുഷ്യരെ എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ എഴുതി ഉണ്ടാക്കപ്പെട്ട ഒരു നിയമസംഹിതയും ഒരു ഐഡിയോളജിയും, അത് രണ്ടാണെന്നുള്ള ബോധം പോലും നിങ്ങൾക്കില്ല. എന്താ ചെയ്യാ? നിങ്ങൾ നല്ലോണം ഒന്ന് കുത്തിരുന്ന് ആലോചിക്കും. ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങളൊന്ന് കേട്ടിട്ട് നല്ലോണം കേട്ടിട്ട് ആലോചിച്ച് നിങ്ങൾ വിളിക്കും. ശരി.